ഹമാസിനെതിരെ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കണമെന്ന് പലരും ആവശ്യപ്പെടുന്നുണ്ട്. അമേരിക്കയും ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് യുദ്ധം നിർത്തണം, സമാധാനം വേണം, ചർച്ച വേണം എന്നൊക്കെ പറയും. ഇത് പറയുന്നതിനിടയ്ക്ക് തന്നെ അമേരിക്ക മില്യൺസ് ഡോളറിൻ്റെ ആയുധങ്ങൾ ഇസ്രായേലിന് കൊടുക്കുകയും ചെയ്യും. ഒരു ഡബിൾ ഗെയിമാണ് അമേരിക്ക കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഹമാസ് ആണെങ്കിൽ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാതെ യുദ്ധം നിർത്തില്ല എന്നാണ് ഇസ്രായേലിൻ്റെ സ്റ്റാൻഡ്. ഹമാസ് ആവട്ടെ ഈ ബന്ദികളെ വിട്ടുകൊടുക്കാൻ പോലും തയ്യാറല്ല. ലോകത്തൊരാളും ഈ ബന്ദികൾക്ക് വേണ്ടി ശബ്ദിക്കുന്നില്ല. ഗസയിൽ ഇപ്പോൾ 40,000 മരിച്ചു, കുട്ടികൾ ചാവുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷേ പിടിച്ചുകൊണ്ട് പോയ ബന്ദികളെ വിട്ടുകൊടുക്കണമെന്ന് അമേരിക്കയും പറയുന്നില്ല, ഒരാളും പറയുന്നില്ല. അവരെന്തെങ്കിലും സംഭവിച്ചോട്ടെ, ഗസയിൽ ആക്രമണം നടത്തരുതെന്നാണ് പൊതുവിൽ നടക്കുന്ന ഒരു നാരേറ്റീവും കാമ്പയിനും. പക്ഷേ ഇപ്പം തീരും. ഖത്തറിൽ പോയിട്ടൊരു ചർച്ച നടന്നു, ചൈന ഇടപെട്ടൊരു ചർച്ച നടന്നു. ചൈന നടത്തിയ ചർച്ചയ്ക്ക് പോയ ഹമാസിൻ്റെ തലവൻ അത് ഒരാഴ്ച തയ്യും മുമ്പ് അയാളുടെ 16 അടിയന്തരം കഴിയുകയും ചെയ്തു. അപ്പോൾ ഈ യുദ്ധം തീരുമോ? യുദ്ധം തീരുന്ന മട്ടാണ് കഴിഞ്ഞ ഈ ശനിയാഴ്ച അമേരിക്കയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ബ്ലിങ്കൻ ആന്റണി ബ്ലിങ്കൻ അല്പം ബ്ലിങ്കസി ആയിട്ടിരിക്കുകയാണെന്നാണ് തോന്നണേ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ക്ഷമ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം, സമ്മതിച്ചു കൊടുക്കണം. ഈ ഒക്ടോബർ 7 ശേഷം ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ സാറ്റർഡേ ഒക്കെ അവിടെ ഇസ്രായേലിൻ്റെ അടുത്ത് പോയതോടുകൂടി ദാറ്റ് വാസ് ദി 9th ട്രിപ്പ്. 9 പ്രാവശ്യമായി. 9ാമത്തെ പ്രാവശ്യമാണ് അമേരിക്കൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഇസ്രായേൽ വിസിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊക്കെ ആണെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ 9 പ്രാവശ്യം പോകുമ്പോൾ ബോറടിക്കും. എങ്ങനെയാലും പെട്ടെന്ന് ബോറടിക്കാത്ത നല്ല ക്ഷമയുള്ളൊരു മനുഷ്യനാണെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഞാനൊരു സംശയം ചോദിക്കട്ടെ സാർ, ഈ അമേരിക്കയ്ക്ക് യഥാർത്ഥത്തിൽ ഈ യുദ്ധം അവസാനിക്കണമെന്ന് താല്പര്യമുണ്ടോ? അമേരിക്കയുടെ സഹായമില്ലെങ്കിൽ ഇസ്രായേലിന് അധികകാലം നിൽക്കാൻ പറ്റില്ല. യുദ്ധം നിർത്ത് എന്ന് അമേരിക്ക സ്റ്റേണായിട്ട് അങ്ങ് പറഞ്ഞാൽ യുദ്ധം അവസാനിക്കില്ലേ? ഇതൊരു നാടകമാണോ? നാടകം എന്ന് പറയാൻ പറ്റില്ല. അമേരിക്ക ഈസ് ഓൾവേസ് വിത്ത് ഇസ്രായേൽ. കാരണം ഈ ഇസ്രായേലിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഹമാസിൻ്റെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എങ്കിൽ യുദ്ധം അവസാനിപ്പിച്ച് നമുക്ക് സമാധാനമായിട്ട് ജീവിക്കുക എന്നുള്ളതല്ല ഹമാസിൻ്റെ ലക്ഷ്യം. ഹമാസ് പറയുന്നത് ഇസ്രായേലിനെ ഇല്ലാതാക്കണം എന്നുള്ളതാണ് ഹമാസിൻ്റെ കാഴ്ചപ്പാട്. അല്ല, ഈ അമേരിക്കയ്ക്ക് യുദ്ധം നിർത്തണം. ഇപ്പോൾ 9 പ്രാവശ്യം ബ്ലിങ്കൻ പോയി, നമ്മൾ ബ്ലിങ്കിൻ എന്നൊക്കെ കളിയാക്കി പറഞ്ഞു. പക്ഷേ അമേരിക്ക വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞാൽ ഇസ്രായേൽ കേൾക്കില്ലേ? അതോ ഇസ്രായേൽ അമേരിക്ക പറഞ്ഞാലും കേൾക്കില്ല, അനുസരിക്കാത്ത രാജ്യമാണോ? അമേരിക്ക കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ റഫേൽ പ്രവേശിക്കരുത്, ദാറ്റ് വിൽ ബി ക്രോസിംഗ് ദി റെഡ് ലൈൻ, അത് പാടില്ല എന്നൊക്കെ പറഞ്ഞാണ്. ഇനി ഞങ്ങൾ അതിന് ശേഷം ആയുധം തരില്ല എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ഇസ്രായേൽ അങ്ങോട്ട് കയറി, റഫേൽ കയറി. ഇൻ ദി മാറ്റർ ഓഫ് അവർ സെക്യൂരിറ്റി ദർ ഇസ് നോ കോംപ്രമൈസ് എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ സ്റ്റാൻഡ്. അവിടെ അത് കഴിഞ്ഞും അമേരിക്ക ആയുധവും കൊടുത്തു, പണവും. ലേറ്റസ്റ്റ് കൊടുത്തിരിക്കുന്നത് $20 ബില്യൺ ആയുധമാണ്. അപ്പോൾ എന്തായാലും എന്ത് സാഹചര്യമായാലും അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കുന്ന ഒരു നിലപാടേ എടുക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ അപ്പോഴാണ് എനിക്ക് ഇതൊരു മോക്കറിയാണോ എൻ്റെ സംശയം. മോക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇതിൻ്റെ നോക്കണ്ട, ക്യാമ്പ് ഡേവിഡ് അക്കോർഡ് നോക്കിയാൽ മതി. അന്ന് ഈജിപ്തും ഇസ്രായേലുമായിട്ട് ക്യാമ്പ് ഡേവിഡ് അക്കോർഡിൽ അവരൊരു ട്രീറ്റി സൈൻ ചെയ്തു. അതനുസരിച്ച് പോയി അവിടെ ഇപ്പോൾ സമാധാനം ഉണ്ടല്ലോ. അപ്പോൾ സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ പറയണതും കേൾക്കണം, ഈജിപ്റ്റ് പറയണതും കേൾക്കണം. അങ്ങനെയാണ് അവിടെ സമാധാനം വന്നത്. അതേപോലെ ഇവരും രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണമെന്ന് കേട്ട് ഒരു കോംപ്രമൈസിൻ്റെ ലെവലിലേക്ക് വന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് പോയി. ഈ പറയുന്ന പാലസ്റ്റൈൻ 1948 ഫോം ചെയ്തപ്പോൾ അത് ഇസ്രായേലിൻ്റെ മാത്രം സൃഷ്ടിയല്ല. യുണൈറ്റഡ് നേഷൻസ് ഉണ്ടായിരുന്നു, US ഉണ്ടായിരുന്നു, ബാക്കി വെസ്റ്റേൺ കൺട്രീസൊക്കെ കൂടിയാണ് ഫോം ചെയ്തത്. അന്ന് ഇസ്രായേലിനെ സമാധാനത്തിൽ ജീവിക്കാൻ സമ്മതിച്ചെങ്കിൽ ഈ പാലസ്തീൻ ഒരു ഇഞ്ച് പോലും നഷ്ടപ്പെടില്ലായിരുന്നു, അതേപോലെ നിൽക്കാമായിരുന്നു. പക്ഷെ അന്ന് തൊട്ട് ഇസ്രായേലിനെ തുടച്ചു മാറ്റാൻ ഈ തീവ്രവാദികളുടെ ലക്ഷ്യം നമുക്കറിയാം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ എനിക്കൊരു അമേരിക്കയ്ക്ക് ഇപ്പോൾ ഒരാൾ ഓൾറെഡി ഒരു ടാസ്ക്, അതായത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ടാസ്ക് ഒരാൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, വേറെ ആരും വരണ്ട എന്നൊരു മെസ്സേജാണ്. കാരണം ചൈന ഇപ്പം ഒരു ചർച്ച നടത്തി, ആളുകളൊക്കെ വിളിച്ച് ചർച്ച നടത്തി. അതേതായാലും സ്വാഭാവികമായി അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. ചൈനയുടെ മധ്യസ്ഥതയിൽ യുദ്ധം തീർന്നാൽ അമേരിക്കയ്ക്ക് വലിയ ക്ഷീണമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും ആ റോള് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മറ്റൊരാരും ഇതിനകത്ത് ഇടണ്ട എന്ന് കാണിക്കാൻ വേണ്ടി അമേരിക്ക ഇങ്ങനെ ഒരു പ്രിറ്റൻഡ് ചെയ്യുകയാണോ എന്നാണ് എൻ്റെ സംശയം. അതായത് ഇസ്രായേൽ പറയണത് അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങിയില്ല, ഇസ്രായേലിനെ ഞങ്ങൾ നശിപ്പിച്ച് കളയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് അമേരിക്ക ഇടപെടും. നിങ്ങൾ ഇസ്രായേലിനെ നശിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, അതാണ് അമേരിക്കയുടെ സ്റ്റാൻഡ്. പക്ഷേ സമാധാനത്തിൽ പോകാമെന്നുണ്ടെങ്കിൽ സമാധാനത്തിന് അമേരിക്ക കോൺട്രിബ്യൂട്ട് ചെയ്യും. അതുകൊണ്ടാണല്ലോ ക്യാമ്പ് ഡേവിഡ് ഇസ്രായേൽ ഇത് പറഞ്ഞാൽ കേൾക്കുന്നില്ലെങ്കിൽ അമേരിക്ക ഇസ്രായേലിന് ആയുധം കൊടുക്കാതിരുന്ന പോരെ? അല്ല, ഈ ആൾക്കാർ ഇസ്രായേലിനോട് പറയണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമാധാനത്തിൽ പോകും, മറ്റത് മറിച്ചത് എന്നൊക്കെ പറയും. ഇപ്പോൾ ഇസ്രായേലിൽ 1000 പേരെ കൊന്നു കഴിഞ്ഞിട്ട് ആർക്കും വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഇപ്പോൾ ഹോസ്റ്റേജസിനെ വിട്ടുകൊടുക്കുക.
രണ്ട് കൂട്ടരും തമ്മിൽ അടി നടക്കണം. ഒരു പാർട്ടി മറ്റേയാളുടെ ആൾക്കാരെ പിടിച്ചു വെച്ചാൽ അത് കൊടുത്താലല്ലേ സമാധാനം ഉണ്ടാവുള്ളൂ, കൊടുക്കണമല്ലോ. അതെ, അത് അമേരിക്കയും പറയുന്നില്ല. അമേരിക്ക നിങ്ങൾ ആദ്യം ഓസ്ട്രേലിയനെ വിട്, ബാക്കി ഞാൻ നോക്കാമെന്ന് അമേരിക്കയും പറയുന്നില്ല. അതാണ് എനിക്കിതിന് അമേരിക്കയുടെ റോള് മനസ്സിലാവാത്തത്. കാരണം ഈ അമേരിക്കയ്ക്ക് യഥാർത്ഥത്തിൽ ഈ യുദ്ധം അവസാനിക്കണമെന്നുണ്ടെങ്കിൽ ഇസ്രയേൽ പറഞ്ഞാൽ കേൾക്കുന്നത് ഇനി നോ മോർ വെപ്പൺസ് ഇത് പറഞ്ഞാൽ ഞങ്ങൾ ഇനി ആയുധം തരില്ല എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് വേറെ ഓപ്ഷൻ ഇല്ല. അല്ല, ഈ ഇസ്രായേലിനെ നശിപ്പിക്കാൻ അമേരിക്ക സമ്മതിക്കില്ല. ഇപ്പോൾ വേറെ ആരെങ്കിലും എവിടെന്നെങ്കിലും ന്യൂക്ലിയർ വെപ്പൺ കൊണ്ടുവരാമെന്ന് പറഞ്ഞാലും അപ്പോൾ അതിനനുസരിച്ച് അമേരിക്ക പ്രവർത്തിക്കുക. അമേരിക്ക ഇസ്രായേലിനെ വിട്ടുകളയുന്ന, തഴഞ്ഞു കളയുന്ന, നമ്മുടെ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ അമേരിക്കയെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും. പക്ഷേ അമേരിക്കയെ വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വേറെ കാര്യം സാർ, അമേരിക്ക ഇങ്ങനെയൊക്കെ, അമേരിക്കയ്ക്ക് ചിലപ്പം ഇങ്ങനെ യുദ്ധം തീരണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷേ അമേരിക്കയിലെ ലോബി, ഏറ്റവും വലിയ ജ്യൂസിൻ്റെ ലോബീസ് വളരെ സ്ട്രോങ് ആണ്. അമേരിക്കൻ സർക്കാരിനെ നിയന്ത്രിക്കുന്ന യഥാർത്ഥത്തിൽ അവിടുത്തെ മൈനോറിറ്റിയായ ജ്യൂസാണ്. അപ്പോൾ അവരുടെ ഒരു സ്വാധീനത്തിന് വഴങ്ങിയാണ് അമേരിക്ക നിരന്തരം ഇസ്രയേലിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ബിസിനസ്മെൻ, സയൻറ്റിസ്റ്റുകൾ, അങ്ങനെ ഏത് മേഖലയിൽ എടുത്താലും ജൂതന്മാരാണ് അമേരിക്കയിലെ നിർണായക ശക്തി, എണ്ണത്തിൽ കുറവാണെങ്കിൽ. പക്ഷേ ഇപ്പോൾ ഹമാസൊക്കെ കിടന്ന് ഒച്ചയെടുക്കുന്ന പോലെ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ റാലിയൊക്കെ നടത്തുന്ന പോലെ അമേരിക്ക പറയുന്നില്ലെങ്കിലും ഇപ്പോൾ ഈ കോംപ്രമൈസിന് US-ഉം അതേപോലെ ബാക്കി ഖത്തറും ഈജിപ്തും ഒക്കെ അവരാണല്ലോ ദി പീസ് ബ്രോക്കേഴ്സായിട്ട് നിൽക്കുന്നത്, മൂന്ന് കൂട്ടരും. അവർ പറഞ്ഞിട്ടുണ്ട് എൻഡ് ദി വാർ ഒന്ന്, പിന്നെ റിലീസ് ദി ഹോസ്റ്റേജസ്, അതും അവർ കണ്ടീഷനായിട്ട് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെ കൊട്ടിഘോഷിച്ച് നടക്കണില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ദേ ആർ വെരി കാറ്റഗോറിക്കൽ. എൻ്റെ ഒരു സംശയമുണ്ട്. ഖത്തർ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കുന്നത് US-ന്റെ പ്രൊട്ടക്ഷനിലാണ്. അവർക്ക് സൈനികമായ എല്ലാ സഹായവും ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കയാണ്. ഖത്തറാണ് ഇതേ സമയം ഹമാസിനെ സപ്പോർട്ട് ചെയ്തത്. അതെ, അതെ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഖത്തറിനോട് സ്ട്രോങ് ആയിട്ട് അമേരിക്ക പറഞ്ഞ പോലെ ഞങ്ങൾ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സപ്പോർട്ട് നിർത്തുക, അതും ചെയ്യുന്നില്ല. അമേരിക്ക ഒരേ സമയത്ത് മാനായും പുലിയായും വരികയാണ്. അതെ, പക്ഷേ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്തായാലും കഴിഞ്ഞ സാറ്റർഡേ വരെ ബ്ലിങ്കൻ വാസ് വെരി ഹോപ്പ്ഫുൾ, വെരി ഓപ്റ്റിമിസ്റ്റിക്. അദ്ദേഹം പറഞ്ഞായിരുന്നു അത് ട്രൂസ് ആയി കഴിഞ്ഞു എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞു പോയത്. പക്ഷേ അതിനിടയ്ക്ക് അവിടുത്തെ സാഹചര്യങ്ങളിൽ ചില മാറ്റങ്ങൾ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ വന്നിട്ടുണ്ട്. ഒന്ന് സിൻവാർ എന്ന് പറയുന്ന ഈ ഹമാസിൻ്റെ നേതാവ് ഇപ്പോൾ ഹി ഹാസ് ബിക്കം ഓൾ പവർഫുൾ ഇൻ ഹമാസ ഗ്രൂപ്പിൽ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻഗൂർ എന്ന് പറഞ്ഞിട്ട് ഒരു റൈറ്റ് എക്സ്ട്രീം ഒരു മിനിസ്റ്ററുണ്ട് ഇസ്രായേലിൻ്റെ. അവർ ഈ അലക്സ മോസ്കിൽ 2000 പേരെയും കൊണ്ട് അയാൾ കയറിയായിരുന്നു പ്രാർത്ഥനയ്ക്കെന്നൊക്കെ പറഞ്ഞു. അത് സംഘർഷം ഉണ്ടായി. അതെ, അവിടെ അപ്പോൾ ഈ അറബ്സിനൊക്കെ അതിൽ കുറച്ച് താല്പര്യക്കുറവ് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചില സാഹചര്യങ്ങളിൽ അവിടെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവർ 3 പേരും പറയുന്ന കണ്ടീഷൻസ്, ഒന്ന് പീസ് ബ്രോക്കേഴ്സ്, അതായത് US, ഖത്തർ, ഈജിപ്റ്റ്, അവരുടെ 3 കണ്ടീഷനാണ്. ഒന്ന് എൻഡ് ദി വാർ കംപ്ലീറ്റ്ലി, പിന്നെ വേറൊന്ന് റിലീസ് ഓഫ് ദി ഹോസ്റ്റേജസ്, പിന്നെ ഒരെണ്ണം ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് കൊടുക്കണം. ഇത് 3ആണ് ഇവർ പറയുന്ന കണ്ടീഷൻ. അതേസമയം ഹമാസിനാണെങ്കിൽ ഇതൊന്നും പ്രശ്നമൊന്നുമല്ല. ഹമാസ് പറയുന്നത് പെർമനൻറ്റ് എൻഡ് ടു ദി വാർ, പിന്നെ കൂട്ടത്തിൽ വിത്ഡ്രോവൽ ഫ്രം ദി ഗസ. ഈ 2 കണ്ടീഷനാണ് അവർക്ക്. അതിന് ഇസ്രായേൽ ഒരു സംഭവിക്കത്തില്ല. അപ്പോൾ ഇസ്രായേൽ ഓൾറെഡി നെതന്യാഹു പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങളുടെ രാജ്യത്തിനകത്ത് മറ്റൊരു രാജ്യം പാടില്ല. കാരണം ഇസ്രായേൽ ഈ ഗസ ഇങ്ങോട്ട് കയറി ഇസ്രായേലിനകത്തോട്ടിരിക്കുകയാണ്. അതാണ് വലിയ തലവേദന. അത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുക, ഞങ്ങളുടെ പ്രോവിൻസ് ആയിട്ട് മാറ്റുക. അപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ അതുകൊണ്ട് ഒരു കണ്ടീഷൻ വേറെ വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് മെയിൻ ഇതിലൊരു ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറയുന്നത്. ഫിലാഡൽഫി കോറിഡോർ എന്ന് പറഞ്ഞിട്ട് ഒരു 14 മൈൽ ഒരു സ്ട്രെച്ച് ഉണ്ട്, 14 കിലോമീറ്റേഴ്സിൻ്റെ ഒരു സ്ട്രെച്ച് ഉണ്ട്. ദാറ്റ് ഈസ് ബിറ്റ്വീൻ ഗാസ ആൻഡ് ഈജിപ്റ്റ്. അപ്പോൾ ഗാസയിലെ ആർക്കെങ്കിലും പുറം ലോകത്തേക്ക് ഇസ്രായേൽ അറിയാതെ പോകണമെങ്കിൽ ഉള്ള ഈ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ, ഈ ഗാസ ഈജിപ്റ്റ് ബോർഡർ. അവിടെ ഇറ്റ് ഈസ് എ ഡീമിലിറ്ററൈസ്ഡ് ബഫർ സോണാണ്. ദാറ്റ് ഈസ് 14 കിലോമീറ്റേഴ്സ് ഇൻ ലെങ്ത്. ആ സ്ഥലത്തിൻ്റെ നിയന്ത്രണം മുഴുവനായിട്ട് ഞങ്ങൾക്ക് വേണമെന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതിൽ പലർക്കും ഒബ്ജക്ഷൻ ഉണ്ടാവും, എസ്പെഷ്യലി അബ്ദുൽ ഫത്താ അൽ സിസി, ജനറൽ സിസി, ഏത് ഈജിപ്തിൻ്റെ പ്രസിഡന്റ്. അങ്ങേർക്കും അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ അതിൻ്റെ മുഴുവൻ നിയന്ത്രണം ഇസ്രായേലിന്. കാരണം ഈജിപ്തിൻ്റെയും ഗാസയുടെയും ഇടയിലുള്ള ഇതാണ്. അപ്പോൾ ആ ഒരു കാര്യം അവർക്ക് അത്ര ഈജിപ്തിനടക്കം വലിയ താല്പര്യം ഉണ്ടാവില്ല. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ തർക്കം വരുന്ന നമ്പർ ഓഫ് ഹോസ്റ്റേജസിൻ്റെ കേസാണ്. ഞങ്ങളുടെ കയ്യിൽ ഇത്രയും ഹോസ്റ്റേജസ് ഉണ്ട്, ഞങ്ങൾ വിട്ടുതരാമെന്ന് പറയുമ്പോൾ ആ നമ്പറിലൊരു പ്രശ്നമുണ്ട്.
ഹമാസ് ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറയുന്നതല്ല അവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്ന ഹോസ്റ്റേജസ്. അപ്പോൾ ആ നമ്പറിനെ പറ്റി തർക്കം. അല്ല, എനിക്കൊരു വലിയ സംശയമുള്ളത് ഈ ഹോസ്റ്റേജസിൻ്റെ കാര്യം ആരും പറയുന്നില്ല. ഇസ്രയേൽ പോലും ഹോസ്റ്റേജസ് തരൂ എന്ന് പറയുന്നില്ല കാര്യമായി. അതിൻ്റെ പേരിൽ ഇസ്രയേലിൽ വലിയ പ്രതിഷേധമൊക്കെ നടക്കുന്നുണ്ട്. ഹമാസ് മിണ്ടുന്നില്ല. US ചർച്ചകളിലൊക്കെ ഒരു കണ്ടീഷനായിട്ട് വെക്കുന്നു എന്നല്ലാണ്ട് ഒരാളും നിങ്ങൾ യുദ്ധം നടത്തുന്നു, കുട്ടികളും സ്ത്രീകളും ഒക്കെ മരിക്കുന്നു, അതോടൊപ്പം തന്നെ അവിടെയുള്ളതും ഹോസ്റ്റേജസ് ആണ്, അവരും മനുഷ്യരാണ് എന്ന് പറയാത്തതിന് കാരണം ഈ ഹോസ്റ്റേജസിൻ്റെ പലരുടെ ബോഡിയാണ് കിട്ടിയത്. ഇവരൊക്കെ കൊല്ലപ്പെട്ടു. 6 പേര് ഇപ്പോൾ 6 ബോഡി ഇപ്പോൾ ഈ ലേറ്റസ്റ്റ്. അതാ പറഞ്ഞത്. അപ്പോൾ ബാക്കി ഈ ബന്ദികൾ എന്ന് പറയുന്നവരൊക്കെ ഇതിനകം തന്നെ മരിച്ചു കഴിയാനുള്ള സാധ്യതയുണ്ട്. കുറേ പേര് മരിക്കാൻ സാധ്യത, കൊല്ലപ്പെട്ടിരിക്കാം. ബാക്കിയുള്ളവർ പോലും ക്രൂരമായ പീഡനത്തിന് ഇരയാവുന്നതും ഒക്കെ നമ്മൾ കേട്ടു. അപൂർവം ചിലർ രക്ഷപ്പെട്ടിരുന്നു. അത് കിട്ടും. 3-4 പേരെ റെസ്ക്യൂ നടത്തി ടണലിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി ഇസ്രായേൽ IDF കൊണ്ടുവന്നിട്ടുണ്ട്, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരെല്ലാം കൊല്ലപ്പെട്ടിരിക്കാനാണ് സാധ്യത. അതുകൊണ്ടാണോ ഒരു പക്ഷേ ഹമാസ് വിട്ടുകൊടുക്കാം എന്ന് പറയാത്തത്? അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ബന്ദികളെ എല്ലാം കൊന്നു കഴിഞ്ഞു ഹമാസെങ്കിൽ ഇസ്രായേൽ പൊറുക്കുമോ? ഇസ്രായേലിന് പൊറുക്കാൻ കഴിയുമോ? പൊറുക്കില്ല. ഇസ്രായേൽ ഫോർ ഈച്ച് ഹ്യൂമൻ ലൈഫ് അത് ദേ വിൽ ഹാവ് ടു അക്കൗണ്ട് ഫോർ ഇറ്റ്. അല്ലാതെ കാരണം ഇപ്പം ഈ പറയുന്ന സിൻവർ ഉണ്ടല്ലോ, ഹമാസിൻ്റെ ലീഡർ, ഹീ വാസ് ഇൻ ഇസ്രായേലി പ്രിസൺ ഫോർ 22 years, 22 വർഷം ജയിലിലായിരുന്നു. അന്ന് ഈ സിൻവറിന് അവിടേക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റിയ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഒരു സോൾജർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഇവർ തട്ടിക്കൊണ്ടുപോയായിരുന്നു ഹമാസ്. എന്നിട്ട് ഒരാൾക്ക് വേണ്ടി 1027 പേരെ, ആ 1027 പേരെ വിട്ടുകൊടുത്തതിൽ ഒരാളാണ് ഈ പറയുന്ന സിൻവർ. അപ്പോൾ ഇസ്രായേൽ ഒരു മനുഷ്യജീവൻ അവരുടെ രക്ഷപ്പെടുത്താൻ ഏത് സാഹചര്യത്തിൽ എങ്ങനെയായാലും എന്ത് വിലയും കൊടുക്കാൻ തയ്യാറായിട്ടുള്ള രാജ്യമാണ്. അപ്പോൾ ഇവരുടെ ഈ ഹോസ്റ്റേജസിൻ്റെ കാര്യം ആരും ഒന്നും പറയണില്ല. അത് ചില വിഷമമുള്ള കാര്യങ്ങളെ പറ്റി പറയില്ല. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ കരുതുന്നത് ഈ ഹോസ്റ്റേജസ് എല്ലാം മരിച്ചു കാണും, കൊല്ലപ്പെട്ടു. അവരും മരിച്ചിട്ടുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും കുറേ പേര് ഇപ്പോൾ ഇസ്രായേലിൻ്റെ തന്നെ ആക്രമണത്തിൽ ചിലപ്പോൾ കുറച്ച് പേര് മരിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ സാധ്യതയുണ്ട്. എല്ലാവരെയും ഒന്നും കിട്ടിയെന്ന് വരില്ല. എല്ലാവരെയും പ്രതീക്ഷിച്ചിട്ട് കാര്യമുണ്ടെന്ന് തോന്നണില്ല. അല്ല, തിരിച്ച് കിട്ടുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? മെൻ്റലി ഫിസിക്കലി ഒക്കെ അവർ ഭയങ്കരമായി ടോർച്ചർ ചെയ്യപ്പെട്ട് തകർന്ന നിലയിലായിരിക്കും ആ മനുഷ്യരെ തിരിച്ചു കിട്ടുക. ഗിലാദ് എന്നായിരുന്ന ഇസ്രായേലി സോൾജർ ഒരാൾ പിടിയിലായിട്ട്, അയാൾക്ക് വേണ്ടിയിട്ടാണ് 1020 ഗിലാദ് ഷാലിറ്റ് എന്നായിരുന്നു അയാളുടെ പേര്. അയാൾക്ക് വേണ്ടിയിട്ടാണ് 1027 പേരെ വിട്ടയച്ചത്. ഏതായാലും യുദ്ധം വീണ്ടും തുടരുകയാണ്. ഒരുപക്ഷെ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഈ ഇസ്രയേലിൻ്റെ മണ്ണിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി ഇസ്രയേലികളല്ലാത്തവരുണ്ട്, US പൗരന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഒരുപക്ഷെ കൊല്ലപ്പെട്ടിരിക്കാം. അതുകൊണ്ടായിരിക്കും ആരും ബന്ദികളെക്കുറിച്ച് പറയാത്തത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇസ്രയേലിന് അതൊരിക്കലും പൊറുക്കാൻ കഴിയില്ല. ഇസ്രായേൽ അത് കഴിയുമ്പോഴും പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പക വീട്ടുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് കോംപ്രമൈസ് ഇല്ലാത്ത കാര്യമാണ്. അവർ ഓൾഡ് ടെസ്റ്റമെന്റിലെ റൂൾസാണ് ഫോളോ ചെയ്യണത്. പക കണ്ണിന് കണ്ണ്, അതെ, കണ്ണിന് പല്ലിന് പല്ലൊക്കെയാണ്. പക്ഷേ അമേരിക്ക ജൂതരാഷ്ട്രമല്ലല്ലോ, ഇറ്റ് ഈസ് എ ക്രിസ്ത്യൻ ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ന്യൂ ടെസ്റ്റമെന്റ് അനുസരിച്ച് പുതിയ നിയമവും പഴയ നിയമവും. ഈ തോറ എന്ന് പറയുന്ന ബൈബിളിലെ പഴയ നിയമം തന്നെയാണ് അല്ലേ തോറ? അല്ല, എക്സാക്ട്ലി അതല്ല, ഏതാണ്ടതൊക്കെ തന്നെയാണ് പ്രിൻസിപ്പിൾസ് അതിലുള്ളത്. ഏതായാലും യുദ്ധം തുടരുകയാണ്. സമാധാനം വരുമോ ഇല്ലേ എന്ന് കണ്ടറിയണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.